ശരിയാ, ഞാനും മണ്ടനാ. നീ പറഞ്ഞ ഞാൻ വിശ്വസിച്ചു. മണ്ടൻ. ഒരു മണ്ടനാക്കി പറ്റിയ മണ്ടത്തരം എന്താന്ന് അബദ്ധങ്ങള്. അത് മണ്ടത്തരങ്ങളാണ്. ഞാൻ ഭയങ്കര മണ്ടത്തരങ്ങളാണ് ചെയ്തു. ചെയ്യാൻ പാടില്ല. ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ഭയങ്കര മണ്ടത്തരവും ഇത് വല്ലാത്ത മണ്ടത്തരമാണ്. ഭീകര പൊട്ടത്തരങ്ങളും തെറ്റും ഇത്രയും മണ്ടത്തരം കാണിക്കൂല. മരം മണ്ടൻ. അമ്മയ്ക്കൂല്ലോ, പൊട്ടനാണല്ലോ. മണ്ടൻ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൃണാളണ്ണന്റെ റെസ്റ്റോറന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഞാൻ വീഡിയോ ചെയ്യാതിരുന്ന സമയത്ത് എന്റെ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് നിനക്കെന്താടാ ഹംഗ്രി മൃണാളിനെ പേടിയാണോ, മൃണാളന്റെ ഇന്നലെ പൈസയും മേടിച്ചോടാ നീ വീഡിയോ ചെയ്യാതിരിക്കാൻ എന്നൊക്കെയുള്ള കമന്റ് സെക്ഷനിൽ വന്ന് കിടക്കുന്നത് കണ്ടു. എന്റെ പൊന്നു പിള്ളേരെ, എനിക്കാരും പേടിയില്ലൊരു മാങ്ങാണ്ടിയുമില്ല. ഓക്കെ, ഞാൻ ഇതിന് മുമ്പ് ഇങ്ങനെ പറ്റി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, ഇനിയും വീഡിയോ ചെയ്യുകയും ചെയ്യും. ഹംഗ്രി മൃണാൾ പ്രശസ്ത ഫുഡ് ബ്ലോഗർ ആയിട്ടുള്ള മൃണാൾ സ്റ്റാർട്ട് ചെയ്ത റെസ്റ്റോറൻ്റ് ആണ്. ഒരു പുതിയ കൺസെപ്റ്റോട് കൂടിയാണ് പുള്ളി ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേറെ ആ ഒരു കൺസെപ്റ്റിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ഇല്ല. എനിക്ക് അതിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യത്തില്ല. ഞാൻ കഴിക്കാൻ വേണ്ടി പ്രിഫർ ചെയ്യത്തില്ല. കാരണം കഴിക്കുന്നതിന് മാത്രം പൈസ കൊടുത്താൽ മതി. ഒരുപാട് ആളുകൾ ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. നമ്മളിപ്പോൾ ഒരു സദ്യ മേടിക്കുകയാണെങ്കിൽ അതിനകത്ത് എല്ലാ കറികളും കഴിക്കാത്ത ആളുകളുണ്ടാവും. അപ്പം അവർ ആ ഒരു കറി വേസ്റ്റ് ആക്കും. അന്നേരം അത് ഒക്കെ ഈ ഒരു കൺസെപ്റ്റ് വഴി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. വേണ്ടുന്ന സാധനങ്ങൾ മാത്രം മേടിച്ചാൽ മതി. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഞാൻ A to Z കാര്യങ്ങൾ അതിനകത്തുള്ള എല്ലാം കഴിക്കുന്ന ഒരുത്തരാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഓരോന്നോരോന്നും പിറക്കി ഓർഡർ ചെയ്ത് അങ്ങനെ സദ്യ കഴിക്കാൻ ആഗ്രഹമില്ല. ചേട്ടാ ഒരു സദ്യ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ പ്ലേറ്റ് എല്ലാ ഐറ്റവും വരണം. മാത്രമല്ല അങ്ങനെ കഴിക്കുന്ന ഒരുത്തരാണെങ്കിൽ അണ്ണൻ്റെ കടയിൽ പോയി കഴിച്ചു കഴിഞ്ഞാൽ അത് നഷ്ടവുമാണ്. സോ നിങ്ങൾ 2-3 കറികൾ മാത്രം മതി നിങ്ങൾക്ക്. അതിൻ്റെ പൈസ മാത്രം നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അണ്ണൻ്റെ കടയിൽ പോയി കഴിച്ചു കഴിഞ്ഞാൽ അത് വർത്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൺസെപ്റ്റ് വൈസ് ഈ റെസ്റ്റോറൻറ്റ് നൈസാണ്. തുടങ്ങിയ സമയത്ത് ഈ റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ എയറിലായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രൊമോഷൻ കേരളം മൊത്തത്തിൽ അണ്ണൻ്റെ റെസ്റ്റോറൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടി എന്നുള്ളതാണ്. മെയിനായിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ വൃത്തിയെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു. അവിടെയുള്ള ഈച്ചശല്യവും പിന്നെ ആഹാരത്തിൽ പുഴുവിനൊക്കെ കണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ആളുകൾ ചൂണ്ടിക്കാട്ടി. അങ്ങനെ കുറച്ചധികം നാൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് എയറിലായിരുന്നു. പക്ഷേ കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു എയറിലാണെങ്കിൽ പോലും. കാര്യം ഇത്രയും ഹൈപ്പ് കിട്ടിയതാണ്. മാത്രമല്ല ഈ റെസ്റ്റോറൻറ്റ് എന്താണെന്ന് അറിയാനും ഈ കൺസെപ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാനും വേണ്ടിയിട്ട് ആളുകൾ അവിടെ പോയി ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നു. വിവാദത്തിലായിരുന്നെങ്കിൽ പോലും നല്ല രീതിയിലുള്ള പ്രൊമോഷൻ ഈ റെസ്റ്റോറൻറ്റ് കിട്ടുകയും നല്ല രീതിയിൽ കച്ചവടം നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയ സമയത്ത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ചെയ്യേണ്ട പ്രൊമോഷൻ 1 രൂപ പോലും മുടക്കുന്നതില്ലാതെ അങ്ങനെ കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എന്നാൽ ആ തുടക്ക സമയത്തുള്ള ആ ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ മാറി പിന്നീട് കുറേ കാലം കഴിഞ്ഞു. ഇപ്പോൾ 1 ഇയറിൽ പുറത്തായി ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷെ ഇപ്പം അടുത്തായിട്ട് പ്രത്യേകിച്ച് വിവാദങ്ങളോ ഈ റെസ്റ്റോറൻറ്റിനെ പറ്റി ഒരു വാർത്തകളൊന്നും കേൾക്കാനില്ല. മൃണാളണ്ണൻ്റെ പേരിൽ പുതിയ ട്രോളുകളും വരുന്നില്ല. സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയിൽ നിന്ന് അണ്ണൻ്റെ റെസ്റ്റോറൻറ്റും അണ്ണൻ്റെ ഓഡിയൻസിലോട്ട് മാത്രം ഒതുങ്ങി പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. മറ്റേത് അങ്ങനെയല്ല. അണ്ണനെ ഫോളോ ചെയ്യുന്ന ആളുകളും ഫോളോ ചെയ്യാത്ത ആളുകളുടെയും എല്ലാവരുടെയും ഫീൽഡിൽ അണ്ണൻ നിറഞ്ഞു നിൽക്കുമായിരുന്നു ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത്. മേ ബി അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും കാലം അണ്ണൻ ചാരിറ്റി ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇത്രയും ആളുകൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ സംസാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ റീസെന്റ് ആയിട്ട് അണ്ണൻ 2-3 റീൽസ് അണ്ണൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണ്? ചാരിറ്റി തന്നെ. വഴിയരികത്ത് നിൽക്കുന്ന കുട്ടിക്ക് ആഹാരം കൊടുക്കുന്നു, ഒരപ്പാപ്പന് പൈസ ആണെന്ന് തോന്നുന്നു കവറിലിട്ടാണ് കൊടുക്കുന്നു. അങ്ങനെ 1-2 റീൽ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ഈ റീൽ ഒന്ന് കാണാം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ മെയിൻ ആണ്, അത് നമുക്ക് മ്യൂട്ട് ചെയ്യാം. കാര്യം കോപ്പിറൈറ്റ് അടിക്കും. ഒരു കുട്ടി ഇതാണ്ട് എന്തോ കളിപ്പാട്ടമൊക്കെ ട്രാഫിക്കിൽ നിന്ന് കച്ചവടം ചെയ്യുന്നു. അത് അണ്ണൻ്റെ ഹംഗ്രി മൃണാൾ എന്ന് പറയുന്ന ബോർഡിൻ്റെ അപ്പുറത്താണ് കുട്ടി അവിടെ ഇരിക്കുന്നത്. നോക്കണേ, എപ്പോൾ അവിടെ ഇരിക്കുവാണ്. ആ സമയത്ത് ദാണ്ടിപ്പണ്ണം വരും. അണ്ണൻ ദാണ്ട പയ്യെ മുണ്ടക്കി എടുത്ത് സ്ലോ മോഷനിൽ അങ്ങോട്ട് കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്ലോ മോഷനാണ് വന്നുകൊണ്ടിരിക്കുന്നു. വരുന്നു, കുനിയുന്നു, ദാണ്ട തപ്പോട്ട് നോക്കി ആക്ഷൻ. കഴിച്ചോ ആക്ഷനാണ്. ആക്ഷൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന ആളുകൾക്ക് ഇത് വോയിസ് ഇല്ലല്ലോ, മറ്റേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രമല്ലേ ഉള്ളൂ. കാണുന്ന ആളുകൾക്ക് തോന്നണം കഴിച്ചോ എന്നാണ് ഞാൻ ചോദിക്കുന്നതെന്ന്. നോട്ട് ദ പോയിന്റ്. വേണമെങ്കിൽ അണ്ണന് ലാംഗ്വേജ് അറിയാത്തത് കൊണ്ടാണ് അണ്ണൻ ഇങ്ങനെ ആംഗ്യം കാണിച്ചതെന്ന് വേണമെങ്കിൽ ന്യായീകരിക്കാം. പക്ഷെ എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും ഫുഡൊക്കെ റിവ്യൂ ചെയ്യുന്ന, ഇത്രയും ട്രാവൽ ചെയ്യുന്ന, ലോകപരിചയമുള്ള മൃണാൾ അണ്ണന് ഹിന്ദിയിൽ നീ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കാൻ അറിയില്ല. ആ ഒരു വളരെ ചെറിയ
കാര്യം ചോദിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്താണെങ്കിലും അണ്ണൻ കൈകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണിക്കണം, എന്താണ് നമുക്ക് മനസ്സിലാവണമല്ലോ, അണ്ണൻ ആഹാരം കഴിച്ചതാണ് ചോദിക്കേണ്ടതെന്ന്. ബാക്കി കാണാം. അങ്ങനെ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുന്നു. ആ കുട്ടി ആഹാരം കഴിച്ചില്ല എന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. മോനെടാ നീ ഇവിടെ ഇരിക്കടാ, തൊള്ളെ തട്ടി 2 തട്ടൊക്കെ തട്ടി അണ്ണൻ എന്താണ്ട് വീണ്ടും സ്ലോ മോഷനിൽ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അന്നേരം അടുത്തതാണ്ട് ഫുഡുമായിട്ട് വരുന്നു, അവന് കൊടുക്കുന്നു. എന്നിട്ട് ഇത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണമേ, ഈ റോഡിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഫോർ എക്സാമ്പിൾ റോഡിന്റെ താണ്ടി ഈ വശത്ത് നിന്ന് കൊടുക്കാം, പക്ഷെ അണ്ണൻ ഈ വശത്ത് നിന്നേ കൊടുക്കത്തുള്ളൂ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഹംഗറി മൃണാളിന്റെ സാധനം ഇരിപ്പുണ്ട്, ഇവിടെ നിൽക്കുന്നുണ്ട്, ക്യാമറമാൻ ഈ രീതിയിലാണ് എടുക്കുന്നത്. ഇപ്പുറത്ത് ഈ ഭാഗത്ത് നിന്ന് അണ്ണൻ കൊടുത്തു കഴിഞ്ഞാൽ അണ്ണന്റെ കുണ്ടി പിന്നാമ്പുറം മാത്രമേ കിട്ടത്തുള്ളൂ. ഈ ഭാഗത്ത് നിന്ന് കിട്ടാൻ മാത്രമേ കറക്റ്റ് ആ ചെറുക്കൻ്റെ മുഖവും അണ്ണന്റെ മുഖവും കൊടുക്കുന്നതും ഒക്കെ കൃത്യമായിട്ട് കിട്ടുന്നുള്ളൂ. അപ്പൊ പോസ് കറക്റ്റ് ആണ്. അന്നേരം അതാണ് മെയിൻ സാധനം, മനസ്സിലായോ? അങ്ങനെ ആഹാരം കൊടുക്കുന്നു. എന്നിട്ട് വല്ലയിടത്തോട്ട് ക്യാമറയിലോട്ട് നോക്കല്ലേ, ക്യാമറയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു നാച്ചുറാലിറ്റി അങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ വേറെ സ്ഥലത്തോട്ട് നോക്കണം. അതുകൊണ്ട് ക്യാമറയിലോട്ട് നോക്കാതെ വേറെ സ്ഥലത്തോട്ട് നോക്കി ചിരിച്ച് സ്ലോ മോഷനിൽ വീണ്ടും നടന്നു വരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മൃണാളണ്ണനെയാണ് ഗൈസ് നമ്മൾ ഇവിടെ കണ്ടത്. ഇത് നല്ല ഒന്നാന്തരം പക്ക സ്ക്രിപ്റ്റ് വെച്ച് അണ്ണൻ ഇറക്കിയ ഐറ്റം. ആ ക്യാമറ എടുക്കാൻ ആളെ നിർത്തിയിട്ടൊക്കെയാണ് അങ്ങോട്ട് പോകുന്നത്. അതിന് ചാരിറ്റി എന്താണെന്ന് ഇത്ര നാൾ പറഞ്ഞിട്ട് അണ്ണൻ ഇനി ചാരിറ്റി ആളുകളിലോട്ട് കാണിക്കുകയാണ്. മനസ്സിലായോ? വഴിയരികിൽ ആഹാരം കഴിക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആഹാരം കൊടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്, നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ ആ പയ്യൻ ഒരു തൊഴിൽ ചെയ്യുന്നുണ്ട്, അവൻ അതിൽ നിന്ന് സമ്പാദിക്കുന്നുണ്ട്, ബാലവേലയാണ്. എന്നാൽ പോലും അത് പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ട്, ബംഗാളികളെ പറഞ്ഞത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അത് കാര്യം ഇവിടെ പറയുന്നില്ല. അവൻ പഠിക്കേണ്ട സമയത്താണ് ഈ ഒരു ജോലി ചെയ്യുന്നത്, സമ്പാദിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം അവൻ അതിൽ നിന്ന് സമ്പാദിച്ച് ആഹാരം കഴിക്കണം. അണ്ണൻ പോയി കൊടുത്തില്ലെങ്കിലും അവൻ ആഹാരം മേടിച്ച് കഴിക്കും. അവനെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തരുത്. പിന്നെ മറ്റൊരു കാര്യം, അണ്ണൻ വേണമായിരുന്നെങ്കിൽ ആ കുട്ടീൻ്റെ ഫേസ് ബ്ലർ ചെയ്യാമായിരുന്നു. പക്ഷെ അണ്ണൻ അതും ഇവിടെ ചെയ്തിട്ടില്ല. അണ്ണൻ ഇത് പ്യുവർ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്ത വീഡിയോ ആയിട്ടാണ് എനിക്കിത് കണ്ടപ്പം മനസ്സിലായത്. വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് വിളിച്ച് പറയാതെ കൊടുക്കുന്നത് തന്നെയാണ്. കാര്യം ഇങ്ങനൊരു സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കി ഒരുപാട് ആളുകൾ ഈ ഒരു കാര്യത്തെ ഇതൊരു കോണ്ടന്റ് ആക്കി അതിനെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഈ പാവപ്പെട്ട ആളുകളുടെ കണ്ണീര് വിറ്റ് അതിനെ കോണ്ടന്റ് ആക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് സോഷ്യൽ മീഡിയ കാണാൻ പറ്റും. അവർക്കൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നത്. ഞാൻ ഈ പറയുന്നത് പലർക്കും ദഹിക്കണമെന്ന് പോലും ഇല്ല. ഇതിനെ ഇംഗ്ലീഷുകാർ ഒരു ടെർമിനോളജി വിളിക്കും, അതിന്റെ പേര് പ്രോവർട്ടി പോൺ എന്നാണ്, അല്ലെങ്കിൽ സോഷ്യൽ പോൺ എന്നൊക്കെയാണ് വിളിക്കുന്നത്. കാര്യം ബാക്കിയുള്ളവരുടെ സിമ്പതി വിറ്റിട്ട് ഈ രീതിയിൽ നമ്മൾ റീച്ച് ഉണ്ടാക്കുന്ന പരിപാടി. ഇത്രയും നാൾ നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് വഴി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ സമയത്ത് നിങ്ങളോടൊരു ബഹുമാനം തോന്നി. കാര്യം അതൊന്നും വിളിച്ച് പറയാൻ നിൽക്കുന്നില്ലല്ലോ, 4 പേര് അറിയാതെ ആണല്ലോ നിങ്ങൾ സഹായിക്കുന്നത്. അത് പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾ വാക്കാലെ വന്ന് പറയുന്നുണ്ടായിരുന്നുള്ളൂ, അല്ലാതെ ഇങ്ങനെ വീഡിയോ എടുത്ത് ബാക്കിയുള്ള ആളുകൾ കാണിക്കുന്നതിൻ്റെ കൂട്ട് കാണിക്കുന്നുണ്ടായിരുന്നില്ല. അത് വെച്ചൊരു പാവപ്പെട്ടവരുടെ സിമ്പതി വെച്ചിട്ടൊരു റീച്ച് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു ബഹുമാനം നിങ്ങളോട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സാധനം അത് തകർന്നു പോയാണ്. ആ ഒരു വിഗ്രഹം എൻ്റെ ഉള്ളിൽ വീണൊടഞ്ഞു പോയി. ഇത് വെച്ച് നിങ്ങൾ മനഃപൂർവ്വം ഒരു വൃത്തിയായിട്ട പ്രൊമോഷൻ ചെയ്യാൻ ശ്രമിച്ച പോലെ ഫീൽ ചെയ്തു. ഇനി അടുത്ത വീഡിയോ കാണാം. ഇതിനും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. എന്നും പറഞ്ഞിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഉണ്ട്. ഇതും കറക്റ്റ് മറ്റേ ആംഗിൾ തന്നെ ഈ സൈഡിൽ നിന്ന് നോക്കണം, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, കാര്യം അപ്പുറത്ത് പോയിരുന്നാലല്ലേ അണ്ണൻ്റെ മുഖം കറക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പൂപ്പൻ മെഴുകുതിരി കച്ചവടമാണെന്ന് തോന്നുന്നു. കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ സംസാരിക്കുന്നു, എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. കൊള്ളാം. സ്ലോ മോഷനാണ്, സ്ലോ മോഷൻ പരിപാടിയാണ്. മെഴുകുതിരി നമുക്ക് പാട്ട് പാടാം. പൈസ കൊടുക്കുന്നു, കവറിലിട്ട് കൊടുക്കുന്നു. ഫുഡ് കൊടുക്കാൻ എന്താണ് ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു, 2 വട്ടം നടന്നു വരാൻ പാടായിരിക്കും. അതുകൊണ്ടായിരിക്കും കയ്യിൽ കവറിൽ പൈസ ഇട്ടുകൊണ്ട് പോയത്. അപ്പം അപ്പാപ്പന് പൈസ കൊടുക്കുന്നു. മൊത്തം സ്ലോ മോഷൻ പരിപാടിയാട്ടെ. ഇനിയിപ്പം കൊടുത്തിട്ട് നടന്നു വന്ന സീനോടുണ്ടല്ലോ, അതെന്തേ നടന്നു വരും. വാ സൂപ്പർ നടന്നു. ഇതാണ് അണ്ണൻ്റെ വീഡിയോ ഗൈസ്. സോ ഇതും ചാരിറ്റിയാണ്. ഇതുപോലെ എനിക്ക് ഒരു വീഡിയോ കൂടെ ഇട്ടണമെന്ന് തോന്നുന്നു. ക്യാമറ ഒന്നും നോക്കൂല കേട്ടോ, ക്യാമറ നോക്കി കഴിഞ്ഞാൽ പോയി. അപ്പൊ ഈ രീതിയിലാണ് അണ്ണൻ്റെ ചാരിറ്റി വീഡിയോസ്. എനിക്ക് തോന്നുന്നു അണ്ണൻ ഇതൊരു വിവാദമാക്കുക, ആളുകൾ പിടിച്ച് ട്രോൾ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണെന്ന് തോന്നുന്നു, ആ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. പക്ഷെ അണ്ണൻ വിചാരിച്ചത്ര ഒരു റീച്ച് അല്ലെങ്കിൽ ഒരു ട്രോള്, ഒരു വിവാദമൊന്നും ഇതിൽ നിന്നും ഉണ്ടായില്ല. ആരും മൈൻഡ് ചെയ്തില്ല. 1-2 ട്രോളിൽ ഒതുങ്ങിയതല്ലാതെ വലിയൊരു ചർച്ചാ വിഷയമൊന്നും ആയില്ല ഇത്. കാരണം അണ്ണൻ്റെ മെയിൻ പ്രൊമോഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് തന്നെ വിവാദം ഉണ്ടാക്കലാണ്. കാരണം അണ്ണൻ്റെ വായിൽ എന്തെങ്കിലും പൊട്ടത്തരമൊക്കെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മളെപ്പോൾ ആളുകൾ എടുത്ത് റിയാക്ട് ഒരുപാട് ആളുകളിലോട്ട് എത്തും. പിന്നെയും ഹംഗറി മൃണാൾ എന്ന് പറയുന്ന പേര് സോഷ്യൽ മീഡിയയിൽ മുഴങ്ങി കേൾക്കും.
പക്ഷേ ഈ ചാരിറ്റി വീഡിയോസ് ഒന്നും വേണ്ടത്ര അങ്ങോട്ട് എത്തിയില്ല. അപ്പോഴാണ് അണ്ണൻ അടുത്ത പരിപാടിയുമായിട്ട് രംഗത്ത് വന്നത്. സംഗതി ഒരു ലൈവാണ്. സാധാരണഗതിയിൽ ഇയാൾ ലൈവ് വരുന്ന സമയത്ത് അതിനൊരു തംബ്നെയിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. തംബ്നെയിലൊക്കെ ഇട്ടിട്ട് ലൈവ് വരുന്ന പോലെ ഇതിനൊരു പ്രോപ്പർ തംബ്നെയിലൊക്കെ കൊടുത്ത് ഒരു പ്രോപ്പർ ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ലൈവ് പുള്ളി ചെയ്തിരിക്കുന്നത്. സോ ഇതായിരുന്നു അതിൻ്റെ ഒരു തംബ്നെയിൽ ആൻഡ് ക്യാപ്ഷൻ. എൻ്റെ മണ്ടത്തരം തുറന്നു പറയുന്നു, ഐ വാസ് റോങ്. അല്ല, കൈ കൂപ്പി നിൽക്കുന്ന മൃണാളണ്ണൻ. ഇങ്ങനെ ഒരു തമിഴിൽ അണ്ണൻ്റെ എൻ്റെ കരിയറിൽ അണ്ണൻ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കേട്ടോ. ഈ രീതിയിൽ കൈ കൂപ്പിയൊക്കെ നിൽക്കുന്ന മൃണാളണ്ണൻ, അത് ക്രിയേറ്റഡ് ഇമേജ് ആണ്, വാട്ട് എവർ. അന്നേരം എന്താണെങ്കിലും ഇത് 4 പേര് കാണണം, ഇത് ചർച്ചാ വിഷയമാകണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നിങ്ങൾ ചെയ്ത ഒരു ലൈവാണത്. അത് ലൈവ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ തംബ്നെയിൽ പറഞ്ഞതിൻ്റെ കൂട്ട് തംബ്നെയിലിനോട് 100% നീതി പുലർത്തുന്ന ഒരു ലൈവ് തന്നെ ആയിരുന്നു. എൻ്റെ മണ്ടത്തരം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 15-ലധികം തവണ ഈ ഒരൊറ്റ വീഡിയോയിൽ ഞാൻ മണ്ടനാണ് എന്ന് പുള്ളി പറയുന്നുണ്ട്. ഞാൻ വീഡിയോ കാണിച്ചു തരാം. താനിത് കണ്ടോണ്ട് നിന്ന ആളല്ലേ, അപ്പൊ അയാൾ പറഞ്ഞു ശരിയാ ഞാനും മണ്ടനാ, നീ പറഞ്ഞ ഞാൻ വിശ്വസിച്ചു. മണ്ടനാ ഞാൻ എന്തിനാ ഈ ചാവാൻ നടക്കുന്ന ഈ എനിക്ക് പറ്റിയ മണ്ടത്തരം എന്താന്ന് അബദ്ധങ്ങള്, അത് മണ്ടത്തരങ്ങളാണ്. ഞാൻ ഭയങ്കര മണ്ടത്തരങ്ങളാണ് ചെയ്തു. ചെയ്യാൻ പാടില്ല, ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ഭയങ്കര മണ്ടത്തരവും ഇത് വല്ലാത്ത മണ്ടത്തരമാണ്. ഭീകര പൊട്ടത്തരങ്ങളും തെറ്റും മണ്ടത്തരം. ഇത്രയും മണ്ടത്തരം കാണിക്കൂല. മരം മണ്ടൻ അമ്മയ്ക്കൂല്ലോ, പൊട്ടനാണല്ലോ മണ്ടൻ. വീഡിയോ മൊത്തം ഇത് തന്നെ. ഞാനൊരു പൊട്ടനാണ്, മണ്ടനാണ്, ഞാൻ മണ്ടത്തരം കാണിച്ചു, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അടുത്ത വാക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു. ആളുകൾക്ക് നല്ലതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ വീഡിയോയുടെ ബാക്കി മൊത്തം ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് പുള്ളി പറയുന്നത്. അതോടെ കേക്ക്. എനിക്ക് പറ്റിയ തെറ്റാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അടച്ചിടണമായിരുന്നു കിച്ചൺ. ഒരിക്കലും അത് തുറന്നിടാൻ പാടില്ലായിരുന്നു. അവിടെ നടക്കുന്ന എന്താണെന്ന് പുറത്ത് കാണാൻ പാടില്ലായിരുന്നു. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു ഗ്രീസ് ട്രാപ്പ് പോലും ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ചെയ്യാൻ പാടില്ല. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരിക്കലും അങ്ങനത്തെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങാൻ പാടില്ലായിരുന്നു. ഞാനത് പല ടൂണുകളിൽ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് തന്നെ ഈ കഴിഞ്ഞ ഇനിയുണ്ട്. ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതിനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അതിന്റെ ഒന്നും പുറകെ പോകാൻ പാടില്ലായിരുന്നു. ശരിയാണ്, തെറ്റാണ്, ചെയ്യാൻ പാടില്ല. ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ഭയങ്കര മണ്ടത്തരവും ഞാൻ ചെയ്ത് തെറ്റാണ്. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തിനാ അത്രയധികം പൈസ വേസ്റ്റ് ആക്കിയ? എന്റെ ആവശ്യമില്ല. അത് പുള്ളിയുടെ അരമണിക്കൂറുള്ള ലൈവിനകത്ത് മൊത്തം ഇനി ഞാൻ മണ്ടനാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി സംഭവം എന്താണെന്ന് നോക്കാം. ഈ ലൈവ് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ തുപ്പൽ തൊട്ട് ക്യാമറയിൽ തുടച്ചിട്ടാണ് തുടങ്ങുന്നത്. നല്ല വൃത്തി. പക്ഷെ ഇങ്ങനെ റെസ്റ്റോറൻറ്റ് ഇങ്ങനെയല്ല തോന്നുന്നു കേട്ടോ. അത്യാവശ്യം വൃത്തിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ തോന്നൽ മാത്രമാണോ എന്തോ. ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിന് ശേഷം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്ക് പറ്റിയ മണ്ടത്തരം എന്താന്ന്, എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ, അണ്ണനെ പറ്റിയ മണ്ടത്തരങ്ങളെ പറ്റിയാണ് പറയാൻ പോവുകയാണ് ഗൈസ്. ഞങ്ങളിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടപ്പെട്ടവര് കുറെ പേരുണ്ടല്ലോ, എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ. അപ്പോൾ ശരിയാണ്, വലിയ മണ്ടത്തരങ്ങളാണ് ഞാൻ ചെയ്തത്. ഒരു സാധാരണ കുടുംബത്തിന്റെ പല വർഷങ്ങളുടെ 10-20 വർഷത്തിന്റെ വരുമാനം ചെലവാക്കിയിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് മാത്രം ഉണ്ടാക്കിയത്. ഫ്രഷ് വാട്ടറും വേസ്റ്റ് വാട്ടറും. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചിലവാക്കിയത് അത്രയധികം പൈസയാണ്. ഇതൊക്കെ എനിക്ക് പറ്റിയ തെറ്റാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എടപ്പള്ളി പോലത്തെ ഒരു സ്ഥലത്ത് അത്രയധികം പൈസ ചിലവാക്കി അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി, ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കിയത്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അടച്ചിടണമായിരുന്നു കിച്ചൺ. ഒരിക്കലും തുറന്നിടാൻ പാടില്ലായിരുന്നു. അവിടെ നടക്കുന്ന എന്താണെന്ന് പുറത്ത് കാണാൻ പാടില്ലായിരുന്നു. നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാൻ ശ്രമിച്ചത്, ക്വാളിറ്റിയുള്ള ഭക്ഷണം വിലക്കുറവിൽ കൊടുക്കാൻ ശ്രമിച്ചത്, ഇതൊക്കെ ഭയങ്കര തെറ്റായിപ്പോയി. ഞാനത് ശരിക്കും റിയലൈസ് ചെയ്യുന്നു. മേ ബി ഇപ്പം ഞാൻ ഹംഗ്രി മൃണാളിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ഞാനാണ്. അത് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്ററോട് ഞാൻ കുറച്ച് നേരത്തെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അയാൾ എന്നോട് പറയാ, മൃണാളെ നീ മണ്ടനാടാ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ താനിത് കണ്ടോണ്ട് നിന്ന ആളല്ലേ, അപ്പൊ അയാൾ പറഞ്ഞു ശരിയാ ഞാനും മണ്ടനാ, നീ പറഞ്ഞ ഞാൻ വിശ്വസിച്ചു. ശരിയല്ലേ, എന്തിനാ ഇത് ചെയ്ത്? അപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ 5-6 മണ്ടന്മാരെ ചേർന്നിട്ടാണ് ഈ പരിപാടി തുടങ്ങിയതാണ്. റെസ്റ്റോറന്റിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും സ്വയം മണ്ടനാകുക എന്നൊക്കെ ഇങ്ങനെ തുരുതുര ഇങ്ങനെ വിളിച്ചു പറയാൻ പാടുണ്ടോ അണ്ണാ? എന്തിനാ ഇത്രയധികം ലക്ഷം രൂപ ചെലവാക്കിയിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ NOC മേടിച്ച റെസ്റ്റോറന്റിന്? ആരാ മേടിക്കുന്നുള്ള? അങ്ങനെ അത് ചെയ്ത് തെറ്റായിപ്പോയി. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു ഗ്രീസ് ട്രാപ്പ് പോലും വെക്കാത്ത അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു.
അങ്ങനെ ചെയ്യാതെ ഞാനൊരു സാധാരണ രീതിയിലുള്ള ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയിരുന്നെങ്കിൽ കിട്ടുന്ന എന്താന്ന് വെച്ചാൽ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കലക്കി ഒരു സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന അതേ വിലക്ക് കസ്റ്റമേഴ്സിന് കൊടുത്തിരുന്നെങ്കിൽ ആർക്കും എന്നെ പറ്റി ഒരു പരാതി ഉണ്ടാവില്ലായിരുന്നു. അയ്യോ ഇല്ലായിരുന്നു. ഒന്ന് കൊടുത്തു നോക്കണ്ണ. അണ്ണൻ ഇനി അതുപോലത്തെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് അണ്ണൻ ഒന്ന് കൊടുത്ത് നോക്ക്. അല്ലെങ്കിൽ അണ്ണൻ്റെ വേറെ പേരിൽ അണ്ണൻ്റെ പേര് തന്നെ ആണോന്നില്ല, വേറെ ഏതെങ്കിലും ഒരാളുടെ പേര് തുടങ്ങിയിട്ട് കുറെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ അവരുടെ പേര് തുടങ്ങിയിട്ട് ഒന്ന് കൊടുത്തു നോക്ക്. നടക്കുമോ നമുക്കൊന്നും അറിയാമല്ലോ. ഉണ്ടാവുമായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താ ഈ റെസ്റ്റോറന്റിനെ പറ്റിയിട്ടുള്ള പരാതികൾ നിങ്ങൾ നോക്കൂ. ആ പരാതികളെല്ലാം ക്വാളിറ്റിയുള്ള നല്ല ഭക്ഷണം ന്യായ വിലക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു. അതിനെ ബേസ് ചെയ്തിട്ടല്ലേ റെസ്റ്റോറന്റ് തുടങ്ങുന്നതിന് മുമ്പേ എന്നെ ആരും ഇങ്ങനെ വേട്ടയാടിയതായിട്ടോ അല്ലെങ്കിൽ ഒന്നും എനിക്കറിയില്ല. നിങ്ങൾക്കറിയില്ല. നിങ്ങൾ പോയിട്ട് 50 രൂപ ഷവർമ കിടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടൽ അടച്ചു പൂട്ടിയപ്പോൾ നിങ്ങൾക്കുണ്ടായ വിവാദമൊന്നും നിങ്ങൾ അറിയത്തില്ല. അതിന് മുമ്പ് എന്തോരം കാര്യങ്ങളുണ്ടായി. സ്റ്റിൽ ഇയാൾ ഇപ്പോഴും വിചാരിച്ച് വെച്ചേക്കുന്നത് ഇയാൾ റെസ്റ്റോറന്റ് തുടങ്ങിയത് കൊണ്ടാണ് ആളുകൾക്ക് ഇത്ര ദേഷ്യം എന്നാണ്. നിങ്ങളുടെ റെസ്റ്റോറന്റിനോട് ആർക്കും ഒരു ദേഷ്യം ഒന്നുമില്ല, നിങ്ങളോടും ദേഷ്യമില്ല. നിങ്ങൾ ഈ കണ്ട കടയിലൊക്കെ കയറിയിട്ട് ഫുഡൊക്കെ അടിച്ചിട്ട് അവിടെ ഉള്ള ആഹാരം കൊള്ളില്ല, നല്ലതാണ് എന്നൊക്കെ നിങ്ങളുടെ ജെന്യുനായിട്ടുള്ള അഭിപ്രായമായിരിക്കും പറയുന്നത്. അഭിപ്രായം പറയുന്ന സമയത്ത് നിങ്ങൾ റെസ്റ്റോറന്റ് തുടങ്ങിയ സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ അവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് നിങ്ങളുടെ ഫുഡ് നല്ലതാണോ ഇല്ലയോ, അവിടെ വൃത്തി പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പറഞ്ഞു. അത് സോഷ്യൽ മീഡിയ അങ്ങനെയാണ്. അപ്പൊ നാളെ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ എല്ലാവരും കൂടെ വലിച്ചു കയറി കൊടുക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ബാക്കിയുള്ള ആൾക്കാരുടെ തെറ്റ് കണ്ടുപിടിക്കാൻ നടക്കുന്നവനല്ലയോടാ. നിനക്ക് എങ്ങനെ തെറ്റ് പറ്റി? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ CHEEP എന്ന് ചീപ്പിന്റെ സ്പെല്ലിംഗ് എഴുതിയപ്പോഴത്തേക്ക് അതിനടി കമന്റ് സെക്ഷനിൽ കമന്റ് വന്നു, നീ ഇത്ര നോക്കുന്നവനല്ലയോടാ, എന്നിട്ട് നിനക്കെന്താ ഇതൊക്കെ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട്. സത്യത്തിൽ ഞാൻ അതിന്റെ സ്പെല്ലിംഗ് ഈ മിസ്റ്റേക്ക് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. ഇതിനകത്ത് യൂട്യൂബിനകത്ത് ആഡ് സൂട്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്നിട്ട് ചില വാക്കുകൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല. ഞാൻ പല വീഡിയോയിലും ഈ പോസ്കോ എന്നാണ് പറയുന്നത്. ഞാൻ മനഃപൂർവ്വം പറയുന്നതാണ്, അല്ലാതെ എനിക്ക് അങ്ങനെ അറിയാത്തത് കൊണ്ടല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ ക്യാപ്ഷൻ എഴുതി വെക്കുന്നതിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഞാനിപ്പം ആ ഒരു P വേർഡ് ഇതിനകത്ത് പറഞ്ഞതിന്റെ പേരിൽ ചിലപ്പോൾ ആഡ് സൂട്ടബിലിറ്റി വരാം. മനസ്സിലായോ? അന്നേരം ഇതൊക്കെ മറികടക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അന്നേരം നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റ് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് അണ്ണന്റെ കാര്യം പറഞ്ഞത്, അണ്ണന്റെ റെസ്റ്റോറന്റിന്റെ കാര്യം പറഞ്ഞത്. നിങ്ങളുടെ റെസ്റ്റോറന്റ് എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് സാധാരണ ഒരു റെസ്റ്റോറന്റ് ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ അത് നോക്കുകയും അതിനെ വിമർശിക്കുകയും ചെയ്യും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ അതായതുകൊണ്ട്. അല്ലാതെ നിങ്ങളോടോ നിങ്ങളുടെ റെസ്റ്റോറന്റിനോടോ ആർക്കും പ്രത്യേകിച്ച് ഒരു വൈരാഗ്യമോ അത് പൂട്ടി പോകണമെന്നൊരു ആഗ്രഹമോ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. അത് ഹംഗറി അണ്ണൻ ഒന്നും മനസ്സിലാക്കിയത് നന്നായിരിക്കും. അണ്ണന്റെ ഈ ഒരു ലൈവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊരു പ്രൊമോഷൻ ടെക്നിക്കാണ്. അണ്ണൻ ഈ ഒരു എൻറ്റയർ ലൈവിനകത്ത് പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്യാൻ ശ്രമിച്ചു. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും പൈസകളൊക്കെ ചെലവാക്കി, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ആരും ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തു, എന്നിട്ടും ആളുകൾ എന്നെ കുറ്റം പറയുന്നു. നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിച്ച ഫുഡ് നല്ലതാണെന്നും മോശമാണെന്നും പറഞ്ഞ ആളുകളുണ്ട്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഈ വായിൽ കിടക്കുന്ന നാക്കാണ് പ്രശ്നമെന്നാണ്. പലപ്പോഴും നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ആളുകളെ ചൊടിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഇത് കാണുമ്പോഴാണ് പല ആളുകളും എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നത്. കൊണയടിക്ക് ഒത്ത രീതിയിൽ പ്രവൃത്തി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ കണ്ടില്ലെന്നടിക്കും. പക്ഷെ കൊണയടി ഇത്രയും പ്രവൃത്തി ഇത്രയും ആണെങ്കിൽ ആളുകൾ അത് വിമർശിക്കും. ഇപ്പോൾ തന്നെ ഈ വീഡിയോയിലോടുകൂടി അണ്ണൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയാണ്. വേണമെങ്കിൽ ഇങ്ങർക്ക് ഈ വീഡിയോ ഈ രീതിയിൽ ചെയ്യാമായിരുന്നു, എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ രീതിയിലൊക്കെയാണ് ഞാൻ എൻ്റെ റെസ്റ്റോറൻറ്റ് ബിൽഡ് ചെയ്തത് എന്ന് വളരെ നോർമലായിട്ട് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഷൻ കുറയുമെന്ന് നല്ല രീതിയിൽ ഉറപ്പായതുകൊണ്ട് അണ്ണൻ പറഞ്ഞ രീതി എങ്ങനെയാണ്, ഞാൻ ഇതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ മണ്ടത്തരമാണ് കാണിച്ചത് എന്ന് സ്വയം അണ്ണനെ ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ, ബാക്കിയുള്ള ജനങ്ങളെ ബ്ലെയിം ചെയ്യുന്ന രീതിയിലാണ് അണ്ണൻ ഈ ഒരു സാധനം പ്രസന്റ് ചെയ്തേക്കുന്നത്. മൃണാളിന്റെ റെസ്റ്റോറൻറ്റ് മാത്രമാണ് ശരി, ഞങ്ങൾ ഇത്രയൊക്കെ പൈസ ചെലവാക്കി നല്ലത് മാത്രം വേണ്ടി കൊടുക്കാൻ ശ്രമിച്ചു, പക്ഷെ ബാക്കിയുള്ള എല്ലാവരും അണ്ണന്റെ റെസ്റ്റോറൻറ്റിനെതിരെയാണ്, എല്ലാവരും വന്ന് നല്ലത് കൊടുക്കാൻ ശ്രമിച്ചിട്ടും കുറ്റം പറയുന്നു എന്നൊരു നറേഷനാണ് നിങ്ങൾ ഇതിനകത്തൂടെ കൊടുത്തേക്കുന്നത്. സത്യത്തിൽ അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിച്ചിട്ട് നല്ല ആഹാരമാണെന്ന് പറഞ്ഞ ആളുകൾ മോശമാണെന്ന് പറഞ്ഞ രണ്ട് തരത്തിലുള്ള ഒപ്പീനിയൻസും വന്നിട്ടുണ്ട്. വൃത്തി, ഒരുപാട് ആളുകൾ വൃത്തി മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്ന് കഴിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ വൃത്തി നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഒരു ഈച്ച പോലും ഇല്ല എന്ന് നിങ്ങൾ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വാക്ക് പിടിച്ചിട്ടാണ് പല ആളുകളും വന്നിട്ട് പറയുന്നത് മൃണാളിന്റെ റെസ്റ്റോറൻറ്റിൽ എത്ര ഈച്ച ഇങ്ങനെ ഓടിക്കളിക്കുന്നുവെന്ന്. നിങ്ങളുടെ ആ ഒരു വാക്ക് കാരണമാണ് ഈച്ചയിലോട്ട് അത് ആൾക്കാരുടെ കോൺസെൻട്രേഷൻ പോയത്. എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഒരു ഈച്ച പോലും ഇല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ആൾക്കാർ നോക്കുമ്പോൾ എന്താണ് കുറെ ഈച്ചകൾ അവിടെ ഇരിക്കുന്നു. അന്നേരം ആളുകൾ പറയും അതുകൊണ്ട് അവന്റെ കൊണയടി മാത്രമേ ഉള്ളൂ, പക്ഷെ അവന്റെ റെസ്റ്റോറൻറ്റ് നിറയെ ഈച്ചയാണെന്ന്. ഈച്ച എല്ലാ റെസ്റ്റോറൻറ്റിലും ഉണ്ടാവും, ഈച്ചകളെ നമുക്ക് പിടിച്ച് തടഞ്ഞു നിർത്താനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷെ ഈ വായ്ത്താളം ഒന്ന് കുറച്ചിരുന്നെങ്കിൽ അതുപോലും ആളുകൾ സംസാരിക്കത്തില്ലായിരുന്നു, ഈച്ച ഒരു സബ്ജക്റ്റ് പോലും ആവത്തില്ലായിരുന്നു. എന്റെ അമ്മോ,
ചിന്തിച്ചു നോക്കിയാ ശരിയല്ലേ? കോടിക്കണക്കിന് രൂപ ലാഭിക്കായിരുന്നു. ഞങ്ങളുടെ ഓപ്പൺ കിച്ചൺ ഗ്ലാസ് ഇട്ടതുകൊണ്ട് മാത്രം ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് 20-30% കൂടുതലാണ്. കഴിഞ്ഞ മാസം കൊടുത്ത ഇലക്ട്രിസിറ്റി ബില്ല് 2,40,000 ചില്ലറ, എന്തോ 2.5 ലക്ഷം രൂപ എങ്ങനെയാണ് ഒറ്റ റെസ്റ്റോറന്റില്. എന്തിന്? അവിടെ കട്ട വെച്ച് ചുമര് കെട്ടിയിട്ട് പെയിന്റ് അടിച്ചാൽ പോരെ? ഈ ഗ്ലാസ് ഇടുന്ന പൈസ ആവില്ല. മാസം ഇങ്ങനെ ഇത്രയധികം ഇലക്ട്രിസിറ്റി ബില്ലും കൊടുക്കണ്ട. ആരാ ചോദിക്കുക ഈ കിച്ചണകത്ത് എന്താ നടക്കുന്നത്? ആരാ ചോദിക്കുക? ആരെങ്കിലും ചോദിക്കുമോ? ഞാനെന്തിനാ ഈ മറ്റേ ഗ്ലാസ് ഇട്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന മുഴുവൻ ആൾക്കാരെല്ലാം കാണുന്നത് ഞാനെന്തിനാ വാശി പിടിക്കുന്നത്? എന്തിനും എന്നെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട് എന്ന് പറയുന്ന അവസ്ഥയാണ്. സോ ഈ വക പരിപാടിയൊന്നും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലായിരുന്നു. വല്ലാത്ത അബദ്ധമാണ് ചെയ്തത്. ആളുകള് ആയിരക്കണക്കിന് പേരൊക്കെയാണ് കൂട്ടം കൂടി ഇതിനെപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. അത് ഞാൻ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഈ പ്രശ്നമൊന്നും ആർക്കും ഇല്ലായിരുന്നു. ഇല്ലല്ലേ? ശരിയല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നെങ്കിലും അതിന് മുമ്പ് ഏകദേശം 1 കൊല്ലം 1 മാസവും മുമ്പാണ് ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്. അതിന് ശേഷമാണ് ഈ പ്രശ്നം മുഴുവൻ. അണ്ണൻ പറയുന്നത് അണ്ണൻ റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിന് ശേഷം എല്ലാവരും കൂട്ടം കൂടിയിരുന്ന് അണ്ണനെ ആക്രമിക്കുന്നു, കുറ്റം പറയുന്നു എന്നാണ്. ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയ സമയത്ത് കുറേ പ്രശ്നങ്ങൾ ഈ റെസ്റ്റോറൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു, കുറേ വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും അണ്ണൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നില്ലല്ലോ അണ്ണൻ, അതെന്ത് പറ്റി? അന്ന് മിണ്ടുണ്ടായിരുന്നോ അണ്ണൻ? ആ സമയത്ത് അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ നെഗറ്റീവ് പ്രൊമോഷൻ കിട്ടുന്നുണ്ടായിരുന്നല്ലേ, നല്ല കച്ചവടം ഉണ്ടായിരുന്നല്ലേ? അന്നെന്താ അണ്ണൻ ഇതിനെപ്പറ്റി ഒന്നും മിണ്ടാതിരുന്നത്? ഇപ്പം ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴാണ് ഇയാൾ വന്നിരുന്നിട്ട് പറയുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് കൂട്ടം കൂടിയെന്ന് കുറ്റം പറയുന്നതെന്ന്. ഒരു പട്ടി പോലും മിണ്ടാത്ത സമയത്ത് എന്നിട്ട് പറയുകയാണ് കൂട്ടം കൂടിയെന്ന് കുറ്റം പറയുന്നത്. ഇപ്പൊ കുറ്റം പറയാതിരിക്കുന്നതാണോ അണ്ണന്റെ കുറ്റം? അപ്പൊ പുള്ളിയുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി, ഇദ്ദേഹത്തിന്റെ ഈ ഒരു മുഴുവൻ വീഡിയോ നമ്മൾ കാണുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പേഴ്സ്പെക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹംഗ്രി മൃണാൾ നഷ്ടത്തിലാണ് എന്നുള്ള തരത്തിലാണ്. ഞങ്ങൾ ഇത്രയും പൈസ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ആഹാരം ക്വാളിറ്റിയോടെ വൃത്തിയോട് കൂടി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതൊക്കെ എനിക്ക് പറ്റിയ മണ്ടത്തരമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇൻവെസ്റ്റേഴ്സ് വരെ എന്നെ മണ്ട എന്ന് വിളിക്കുന്നു. ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് അത് അവർ നല്ല രീതിയിൽ ഏറ്റെടുത്തില്ല. നല്ലത് ചെയ്യാൻ വന്ന ഒരുത്തന്നെ ദുരവസ്ഥയാണെന്ന് തോന്നുന്നു അണ്ണൻ ഈ ഒരു വീഡിയോയിലൂടെ കാട്ടിത്തരാൻ ശ്രമിക്കുന്നത്. ബാക്കിയുള്ള ആളുകളുടെ പഴി മാത്രം അണ്ണന് കിട്ടുന്നു എന്നുള്ള ഒരു നറേഷൻ. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ ആരെങ്കിലും നല്ലത് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് മാത്രമാണ് കിട്ടുന്നത് എന്നുള്ള ഒരു കഥയാണ് അണ്ണൻ ഇവിടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഹംഗ്രി മൃണാൾ നഷ്ടത്തിലാണ് എന്നുള്ള ഒരു ധ്വനിയും ഇതിൻ്റെ കൂടെ ഉണ്ട്. ഈ വീഡിയോയുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു എന്ന് അണ്ണന്റെ അടുത്ത വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞു വന്ന ഒരു വീഡിയോ ഞാൻ വെക്കാം. കിച്ചൺ മുതല് നല്ല ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങള് ഞങ്ങളോട് ചോദിച്ചിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. നിന്നോടൊന്നും ചോദിച്ചിട്ടല്ല നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. അതെന്റെ പാരമ്പര്യം. നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ ചിലത് കേട്ട് തെറ്റിദ്ധരിച്ച ചിലരുണ്ട്. അവരോടാണ് നല്ല രീതിയിൽ നടക്കുന്ന കട ഞങ്ങൾ കൂട്ടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് ഇന്നും വരാം, നാളെയും വരാം. ഇതില് പേളിമാണിയുടെ കഥ പറഞ്ഞ പോലെ അണ്ണൻ പറഞ്ഞത് കേട്ട് തെറ്റിദ്ധരിച്ചെന്ന്. അത് അവർ പൂട്ടാൻ നല്ല കാര്യം, പൂട്ടാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നല്ല കാര്യം, നല്ല രീതി തന്നെ മുന്നോട്ട് പോട്ടെ, നമുക്ക് അതേ പറയാനുള്ളൂ. എന്റെ പൊന്നണ്ണൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത് നല്ല രീതിയിൽ നടക്കുന്ന ഒരു കടയാണെങ്കിൽ താൻ സ്വയം മണ്ടനാണ്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് 1 അല്ല 10 അല്ല പല തവണയായിട്ട് വന്നിരുന്ന ഒരു വീഡിയോയിൽ പറയേണ്ട ആവശ്യകതയുണ്ടോ? നിങ്ങൾ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടാണ് കട മുന്നോട്ട് പോകുന്നതെങ്കിൽ പറയേണ്ട ആവശ്യകതയുണ്ടോ? എനിക്ക് ആ ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറയുന്നു, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു, എല്ലാവരും നിങ്ങളെ പഴി മാത്രമാണ് പറയുന്നത്, ഞാൻ ചെയ്തതെല്ലാം മണ്ടത്തരമാണ്. ബട്ട് ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ പറയുന്നു. എവിടെയെങ്കിലും ഒരിടത്ത് നിന്ന് സംസാരിക്കുക. ഞാൻ മിണ്ടാതിരിക്കാറാണ് പതിവ്. ഞാൻ ഇപ്പോഴും മിണ്ടാതിരുന്നേനെ. എന്റെ ചിരി അവസാനിപ്പിക്കാൻ, എന്റെ ശബ്ദം ഇല്ലാതാക്കാൻ, എന്നെ തന്നെ അവസാനിപ്പിക്കാൻ ചിലർ നടക്കാൻ തുടങ്ങിയിട്ട് കാലഘട്ടത്തിൽ ഞാൻ ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഇപ്പൊ സംസാരിക്കേണ്ടി വന്നത് 100 കണക്കിന് പേരുടെ അന്നം മുടക്കാൻ അവർ ശ്രമിക്കുന്നത് കാണുമ്പോഴാണ്. അടുത്ത ഡൈവേർഷൻ, ഇയാളുടെ ഡയലോഗ് കേട്ടിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇയാൾ ചെയ്യുന്ന ചാരിറ്റി മുടക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന്. നിങ്ങൾ നല്ലതെന്തെങ്കിലും ചെയ്യ്, അതല്ലേ നല്ലത്. നല്ലത് ചെയ്താൽ നല്ലത് വരും. ഞാൻ ഇപ്പൊ കാനഡയിലാണ്, അടുത്ത ആഴ്ച നാട്ടിൽ വരും. ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആവശ്യങ്ങളുണ്ടോ? സദ്യ നല്ല ക്വാളിറ്റിയിൽ ഗംഭീരമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കും. ആരോടും ചോദിച്ചിട്ടല്ല, അത് ഞങ്ങളുടെ മഹിമ. നമുക്ക് ഒരുമിച്ചിരുന്ന് പായസമൊക്കെ കൂട്ടി സുഖമായിട്ട് കഴിക്കാം. ലേറ്റ് ആവണ്ട, ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോ. ഓക്കെ, താങ്ക് യു. സദ്യ നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കും, അത് നമ്മുടെ മഹിമയെന്ന്. അപ്പം അണ്ണൻ നേരത്തെ പറഞ്ഞ മണ്ടത്തരം തിരുത്താനുള്ള ഉദ്ദേശം അണ്ണനില്ല. അണ്ണൻ സ്റ്റിൽ ആ ഒരു മണ്ടത്തരത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു, സ്വയം മണ്ടനാണ് എന്ന്. അന്നേരം എന്തിനായിരുന്നു ആ ഒരു വീഡിയോ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. പുള്ളി തന്നെ വന്ന് പറയുന്നു, ഞാൻ ഇതൊക്കെ ചെയ്ത് തെറ്റുപറ്റിപ്പോയി, നല്ല ഫുഡ് കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ കൊടുക്കാമല്ലോ, കിട്ടിയ സാധനങ്ങൾ വെച്ച് തട്ടിക്കൂട്ടി കൊടുക്കാമല്ലോ, ഇനിയും കൊടുക്കാമല്ലോ. ആ മണ്ടത്തരം തിരുത്തെങ്കിൽ. പറ്റിയ തെറ്റാണെന്ന് ഇങ്ങനെ എത്ര തവണ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ വ്യക്തിയാണ്, എന്നിട്ട് സ്റ്റിൽ വന്നിരുന്ന് പറയുകയാണ് ഞാൻ
ഞാൻ നല്ല ഇതായിട്ട് തന്നെ കൊടുക്കും. നിങ്ങൾ നല്ലത് കൊടുക്കുന്നതിനെ പറ്റി ഇവിടെ ഒന്നും ആരും ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. നിങ്ങൾ നല്ലത് കൊടുക്കണമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പക്ഷെ രണ്ടും കൂടെ അതാണ് ആളുകൾക്ക് സഹിക്കാൻ പറ്റാത്തത്. അപ്പം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അണ്ണന് ചെറിയൊരു വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു. ഒരു സംസാര വിഷയമാക്കണമായിരുന്നു റെസ്റ്റോറൻറ്റ്. കാര്യം ഓണമൊക്കെ വരെ വലിയ അന്നേരം പൈസ ചിലവൊന്നും ഇല്ലാതെ ഇതിനേക്കാൾ നല്ലൊരു പ്രൊമോഷനാണ് എനിക്ക് കിട്ടാനില്ല. ഞാൻ വഴി കുറച്ച് പ്രൊമോഷൻ കിട്ടുന്നത് അണ്ണൻ അങ്ങനെയും കിട്ടട്ടെ, നല്ല കാര്യം. ഈ രണ്ട് വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ എന്തുകൊണ്ടാണ് ആളുകൾ വിമർശിക്കുന്നതെന്ന്. ഇപ്പം നിങ്ങൾ പറയുന്നല്ലോ നിങ്ങളുടെ സംസാരം ഇല്ലാതാക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്നു. ഒരിക്കലുമില്ല. നിങ്ങളുടെ സംസാരം ഇല്ലാതാക്കാൻ വേണ്ടി ഒരിക്കലും ആളുകൾ ശ്രമിക്കുന്നില്ല. നിങ്ങളുടെ റെസ്റ്റോറൻറ്റിനെ നശിപ്പിക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്നില്ല. ഇനി അങ്ങനെ അണ്ണന് തെളിവ് സഹിതം അണ്ണൻ്റെ റെസ്റ്റോറൻറ്റിനെ ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള തെളിവുകൾ അണ്ണൻ പുറത്ത് വിട്. ഞാനും എൻ്റെ ചാനലും അണ്ണന് 100% സപ്പോർട്ട് തരും. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ടാണ് ഞാൻ തരും. അതിനെതിരെ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കും അങ്ങനെ ഒരു കളി നടക്കുന്നുണ്ടെങ്കിൽ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു വീഡിയോ പുള്ളിയുടെ റെസ്റ്റോറൻറ്റിനെ തരം താഴ്ത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് പൂട്ടിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ചെയ്യുന്ന കാര്യമൊന്നുമല്ല. പുള്ളിയുടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചാൽ എൻ്റെ അഭിപ്രായം പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് അവിടുത്തെ ഫുഡ് ഒരു ആവറേജ് ആണ്, ടേസ്റ്റ് വൈസ് എനിക്ക് മനസ്സിലായത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പക്ഷെ അവിടുത്തെ വൃത്തി അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനെന്ന് പറയുന്ന ഒരാൾ ടേസ്റ്റിനേക്കാൾ ഉപരി ആ റെസ്റ്റോറൻറ്റിൻ്റെ വൃത്തിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരുത്തനാണ്. അപ്പോൾ ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യും, ഓക്കെ അവിടെ നല്ല വൃത്തിയുള്ള ആഹാരം കിട്ടുമെന്നുള്ള രീതിയിൽ. ഭയങ്കര ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷെ വൃത്തിയുള്ള ആഹാരം കിട്ടുമെന്ന് ഞാൻ പറയും. ഇനി ഫർദറായിട്ട് ഇതുപോലെ മറ്റേ പുഴുവും ഇങ്ങനെ ഈച്ച അരിച്ച് എന്നുള്ള സംഭവങ്ങളൊന്നും വന്നില്ലെങ്കിൽ ഇനി നാളെ ഈ പറഞ്ഞതൊക്കെ എന്നെ കൊണ്ട് മാറ്റി പറയിപ്പിക്കല്ലേ അണ്ണ. സോ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൻ്റെ വൃത്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും പൈസയൊക്കെ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ മണ്ടത്തരമായിട്ട് കാണണ്ട, അത് കൈയടി അറിയിക്കുന്ന കാര്യം തന്നെയാണ്. പിന്നെ അവിടെ പോകണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാം, ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട. പിന്നെ അണ്ണൻ പറഞ്ഞ വേറൊരു കാര്യം, അണ്ണൻ്റെ സംസാരം നിർത്താൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ആരും ഇവിടെ ശ്രമിക്കുന്നില്ല. ആളുകൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സാധാരണക്കാരൻ്റെ കട എന്നുള്ളൊരു ലേബലിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്. പക്ഷേ എനിക്കതൊരു സാധാരണക്കാരൻ്റെ കടയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ പലപ്പോഴും നിങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്ന മറുപടി ഭയങ്കര അറഗൻ്റായിട്ടാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല, നിങ്ങളുടെ ലൈവിൽ ഒരു പയ്യൻ വന്ന് ചേട്ടാ നിങ്ങളുടെ ബിരിയാണി കൊള്ളില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കൊടുത്ത മറുപടി, നീ ഒന്നെങ്കിൽ നല്ല ബിരിയാണി കഴിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നീ ബിരിയാണി കണ്ടിട്ടുണ്ടാവില്ല. ഇത്രയും ഒരു അഹങ്കാരത്തോടു കൂടിയാണ് നിങ്ങൾ ആ ഒരു മറുപടി അവിടെ കൊടുത്തത്. അങ്ങനത്തെ ഒരു മറുപടി ആയിരുന്നു അവിടെ കൊടുക്കേണ്ടത്. ഒരാൾക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുവാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യണം. ഒരു ഫുഡിനും ഈ ലോകത്ത് ഒരു കാര്യത്തിനും 100% ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾ അവിടെ പറഞ്ഞത് എന്താണ്, നീ നല്ല രീതിയിലുള്ള ഫുഡ് കണ്ടിട്ടില്ല, നീ നല്ല രീതിയിലുള്ള ബിരിയാണി കണ്ടിട്ടില്ല, നീ നല്ല ബിരിയാണി കഴിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അത്രയും അറഗൻ്റായിട്ടാണ് സംസാരിച്ചത്. ഇങ്ങനെയുള്ള നിങ്ങളുടെ സംസാരം കാരണമാണ് പല ആളുകളും നിങ്ങളുടെ സംസാരത്തെ കുറ്റം പറയുന്നത്. അല്ലാതെ അത് നിർത്തണം എന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. അന്നേരം അണ്ണൻ ആ ഒരു രീതിയിലോട്ട് അതിനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുകയൊന്നും വേണ്ട. നമ്മുടെ സംസാരവും പ്രവൃത്തിയും രണ്ടാവുമ്പോഴത്തേക്ക് ആളുകൾ അത് ചൂണ്ടിക്കാണിക്കും. അപ്പോൾ അതിന് ഇത്ര രോക്ഷാകുലനായിട്ട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല, മനസ്സിലാക്കുക. സോ പലരും വന്ന് അണ്ണൻ്റെ കൊണയടി നിർത്തൂ എന്ന് പറയുന്നതിൻ്റെ കാരണം കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതലൊന്നും എനിക്കതിനെ പറ്റി പറയാനില്ല. വേറെ വീട്ടിൽ. അപ്പോൾ ശരി, ബൈ.